ഹലോ മലയാളി ക്രിയേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ സാലഡിന് ഒരു വലിയ റോള് തന്നെ ഉണ്ടല്ലേ. പക്ഷെ സ്ഥിരം അതന്നെ കഴിച്ചാൽ ബോറടിക്കില്ലേ? ഇന്നൊരു ക്രഞ്ചി സാലഡ് റെസിപ്പി ആയാലോ. സാലഡിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്, എന്നാൽ സാലഡ് കഴിക്കുന്ന ആ ഒരു മടുപ്പ് തോന്നിയില്ല. അപ്പോൾ വേണ്ട സാധനങ്ങൾ: ഒരു ക്യുക്കമ്പർ, ഒരു ക്യാരറ്റ്, ഒരു കപ്പ് ലെറ്റസ്. എല്ലാം ഇഷ്ടാനുസരണം അറിയാം. പിന്നെ ഒരു കപ്പ് കാബൂളി കടല നന്നായി വേവിച്ചത്, കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒരിഗാനും ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. പാനിലാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാണ്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. എയർ ഫ്രയറിലാണെങ്കിൽ 15 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. ശേഷം ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എള്ള് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു സ്മെല്ല് വരുന്ന സമയം വരെ 2 മിനിറ്റ് മതിയാവും. പിന്നെ അതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് ഒപ്പം 2 വെളുത്തുള്ളിയുടെ അല്ലിയും ഉപ്പും കുറച്ച് വെള്ളവും 5-6 കശുവണ്ടി വെള്ളത്തിൽ നന്നായി കുതിർത്തതും 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് ഇനീഷ്യലി ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നന്നായി നമുക്ക് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഒരു വട്ടം ഒന്ന് പൾസ് അടിച്ച ശേഷം അതിലേക്ക് 2-3 ഐസ് ക്യൂബ് ഇട്ട ശേഷം വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇതുപോലെ. അപ്പം നമ്മുടെ ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് കടല നന്നായി റോസ്റ്റായി വന്നിട്ടുമുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്ന പണിയേ ഉള്ളൂ. ആദ്യം വെജിറ്റബിൾസ് എല്ലാം ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കടല റോസ്റ്റ് ചെയ്തതും ചേർക്കണം. ശേഷം കുറച്ച് നാരങ്ങ നീര് പുളിരസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു നാരങ്ങയാണ് ചേർക്കുന്നത്, അതിൻ്റെ നീരാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്യണം. ഒപ്പം തന്നെ ഡ്രസ്സിങ്ങും ഒഴിക്കാം. ഡ്രസ്സിങ് ഒരുപാട് തിക്കുമല്ല എന്നാൽ ലൂസുമല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാലഡ് റെഡിയാണ്. അപ്പോൾ വളരെ ക്രഞ്ചി ആയിട്ടുള്ള സാലഡ് ടേസ്റ്റിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.